എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കോക്കനട്ട് ആപ്പിൾ. എന്താണ് കോക്കനട്ട് ആപ്പിൾ? എങ്ങനെയാണ് കോക്കനട്ട് ആപ്പിൾ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോ അപ്പം തന്നെ നിങ്ങൾക്കറിയാം. കാണാൻ താല്പര്യമുള്ളവർക്ക് കാണുകയും ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ 2 കോക്കനട്ട് ആപ്പിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. 2 കോക്കനട്ട് സീഡ്ലിങ്സ്, ചെറിയ തെങ്ങിൻ തൈകൾ, അതിൽ നിന്ന് അതിൻ്റെ ചകിരി പൊളിച്ച് മാറ്റി ചിരട്ട പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കോക്കനട്ട് ആപ്പിൾ പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. കോക്കനട്ട് ആപ്പിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. പക്ഷേ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പൊങ്ങ് എന്നാണ് പറയുക. ആ നാളികേരത്തിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള എഡിബിളായിട്ടുള്ള ഒരു പാർട്ടാണ് ഈ പൊങ്ങെന്ന് പറയുന്നത്. നല്ല ന്യൂട്രിറ്റീവാണ്, നല്ല ടേസ്റ്റിയാണ്, ചെറിയ മധുരം ഉണ്ടാവും, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല രസമാണ്, രുചികരമായിട്ടുള്ള ഒരു സാധനമാണ്. നല്ലൊരു ഭക്ഷണമാണ്, ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. മഴക്കാലമാകുമ്പോൾ നമ്മുടെ പറമ്പുകളിലൊക്കെ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ നാളികേരം വീണ് കിടന്ന് 1-2 മാസം മഴ കൊണ്ട് കഴിയുമ്പോൾ അത് മുളയ്ക്കും. പിന്നെ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ഒരു 2-3 ഇല വരും ആ മുളച്ച തൈയിൽ. ആ സമയത്ത് ഇതിൽ ഏകദേശം 3 ഇല നിങ്ങൾക്ക് കാണാം. 3 ഇല 4 ഇല വരെ അതിൻ്റെ ഉള്ളിൽ നിറയെ കോക്കനട്ട് ആപ്പിൾ ഉണ്ടാവും, പൊങ്ങുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ വെട്ടുന്ന തൈകൾക്ക് 3 ഇല 4 ഇല ആ സ്റ്റേജാണ്. അതായത് ഒരു 6 മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ ഇത് മുളച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ചകിരി ഞാൻ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചകിരി മാറ്റിക്കഴിഞ്ഞാൽ ആ തൈ അതിൽ നിന്ന് വേർപെടുത്തും. തൈ വേർപെടുത്തി മാറ്റി വെച്ചാൽ നമുക്ക് നടാം. ആ തൈ നമുക്ക് നടാൻ ഉപയോഗിക്കാം. അതേസമയം തന്നെ അതുമ്പോൾ ധാരാളം വേരുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കുഴിയൊക്കെ എടുത്ത് ആവശ്യമുള്ള വളങ്ങളൊക്കെ ഇട്ട് നട്ടാൽ അത് നന്നായി വരും. അപ്പോൾ അതിന് താൽക്കാലികമായിട്ട് വളരാൻ വേണ്ട വളം സപ്ലൈ ചെയ്യുന്നത് ഓൾ ന്യൂട്രിയൻസ് ആ ചെടിക്ക് സപ്ലൈ ചെയ്യുന്നത് ഈ കോക്കനട്ട് ആപ്പിളിൽ നിന്നാണ്. ഇപ്പോൾ ഇതാണ് കോക്കനട്ട് ആപ്പിൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ആ ചിരട്ട വെട്ടി പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കോക്കനട്ട് ആപ്പിളാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു ലെസ് ദാൻ 6 months, ഒരു 4-5 മാസമായിട്ടുള്ളത് മുളച്ചിട്ട്. ആ സ്റ്റേജിലാണ് ഇത് കാണുക. മാക്സിമം ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ഒരു 3 ഇല 4 ഇല വരുന്ന സ്റ്റേജിൽ നമ്മൾ നാളികേരം പൊളിച്ച് ചിരട്ട പൊട്ടിച്ച് നോക്കിയാൽ ഇതുപോലെ കാണും. ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. ആ നാളികേരത്തിൻ്റെ കാമ്പ് ഏകദേശം ഒരു 2 to 3 mm തിക്നെസ്സായിട്ട് മാറി ബാക്കിയുള്ളത് മുഴുവനും ഇതിലേക്ക് ചേർന്നുകൊണ്ടിരിക്കും. കോക്കനട്ട് ആപ്പിളിലേക്ക് അത് അബ്സോർബ് ചെയ്ത് അതിലേക്ക് പോകും. അവസാനം കുറേ കഴിയുമ്പോൾ നാളികേരം പൂർണ്ണമായിട്ട് ഡിസപ്പിയർ ചെയ്യും. കോക്കനട്ട് ആപ്പിളും കുറേ കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസം, ഒരു കൊല്ലം, ഒരു 6 മാസം കഴിഞ്ഞാൽ കോക്കനട്ട് ആപ്പിളിൻ്റെ നല്ല എല്ലാ ന്യൂട്രിയൻസും ചെടി വലിച്ചെടുത്ത് ബാക്കി അതിലൊന്നും അവശേഷിക്കില്ല, എല്ലാം അവസാനിക്കും. അപ്പോഴേക്കും ചെടിയുടെ വേരുകളൊക്കെ നല്ല പോലെ വളർന്ന് നീണ്ട് പുറത്തേക്ക് വരും. പുതിയ വേരുകളൊക്കെ മണ്ണിലൊക്കെ പോയി പിന്നെ അതിനാവശ്യമുള്ള ന്യൂട്രിയൻസും ജലം എല്ലാം, വെള്ളം എല്ലാം വേരുകളാണ് വലിച്ചെടുക്കുക. അപ്പോൾ അതുവരെ ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും സപ്ലൈ ചെയ്യുന്നത് കോക്കനട്ട് ആപ്പിളിൽ നിന്നാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം. കോക്കനട്ട് ആപ്പിൾ ഞാൻ ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് ഫുള്ളായിട്ട് മാറ്റിയെടുക്കാൻ പോവുകയാണ് പുറത്തേക്ക് രണ്ടും. പകുതി ചിരട്ട മാറ്റി കഴിഞ്ഞു, ഇനി ബാക്കി പകുതി ഉണ്ട്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വലിയ കണ്ണിൻ്റെ അവിടെ ഒന്ന് കുത്തി അതിലൂടെയാണ് ഇത് പുറത്തേക്ക് വരുന്നത്. ചെടിയിലേക്കുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആ ഭാഗം നമ്മൾ ഒന്ന് കുത്തി കൊടുത്താൽ ഇത് സ്മൂത്തായിട്ട് ഊരിപ്പോരും. ചിരട്ടയിൽ നിന്ന് പൊട്ടാതെ നമുക്ക് കിട്ടും. വളരെ സോഫ്റ്റാണ്. നമുക്ക് അധികം ബലം പ്രയോഗിക്കാൻ പറ്റില്ല. ബലം പ്രയോഗിച്ച് അത് പൊട്ടിപ്പോവും. ഇപ്പോൾ 2 ആപ്പിൾ നിങ്ങൾക്ക് പ്ലേറ്റിലിരിക്കുന്ന കാണാം. ദിസ് ഈസ് കോൾഡ് കോക്കനട്ട് ആപ്പിൾ. ഇതാണ് കോക്കനട്ട് ആപ്പിൾ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നല്ല ഒരുമാതിരി ലൈറ്റ് മഞ്ഞ കലർന്ന വെള്ള നിറമാണ്. ഇനിയിപ്പോൾ നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. രണ്ടായിട്ട് മുറിച്ചു.
അടുത്തതും രണ്ടായിട്ട് മുറിക്കുകയാണ്. ഇനി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പീസ് എടുത്ത് വീണ്ടും മുറിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കാനാണ് ഇപ്പം ഞാൻ പോകുന്നത്. മിക്കവാറും നമ്മുടെ വീടുകളിലൊക്കെ കാണും. തെങ്ങുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഉണങ്ങിയ നാളികേരം പുറത്തിട്ട് കഴിഞ്ഞാൽ ഒരു കുറച്ച് വെള്ളം നനവുള്ള സ്ഥലമാണെങ്കിൽ, ഇടയ്ക്ക് വെള്ളം തട്ടുന്ന സ്ഥലമാണെങ്കിൽ 2-3 മാസം കൊണ്ട് അത് മുളയ്ക്കും. ചിലപ്പോൾ 4 മാസം പിടിക്കും. കുറച്ച് ചൂടും കുറച്ച് ഈർപ്പം ഉണ്ടെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ മുള പുറത്തേക്ക് വരും. പക്ഷേ ഇതുപോലെ കോക്കനട്ട് ആപ്പിൾ കിട്ടണമെങ്കിൽ ഒരു 4 to 6 months ആവും മിനിമം. 6 മാസമെങ്കിലും ആവാതെ അതിൻ്റെ ഉള്ളിൽ നിറയെ കോക്കനട്ട് ആപ്പിൾ വരില്ല. 1 മാസം 2 മാസം കഴിഞ്ഞ് പൊട്ടിച്ച കുഞ്ഞ് ആപ്പിളാണ് കിട്ടുക. വളരെ ചെറുതായിരിക്കും അത്. ഇപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. നല്ല രുചിയാണ്, നല്ല സ്മൂത്താണ്, സോഫ്റ്റാണ് കഴിക്കാൻ. ഉള്ളിൽ ഏകദേശം പഞ്ഞി പോലെയാണ്, നല്ല വെള്ളയാണ്. ഔട്ടർ മാത്രം ചെറിയൊരു മഞ്ഞ കലർന്ന വെള്ള, ഒരു ക്രീം കളറാണ്. ചെറിയ മധുരം, നല്ല ടേസ്റ്റ്, ഗുഡ് ടേസ്റ്റ്. അപ്പോൾ വീടുകളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പൊട്ടിച്ച് കഴിക്കാം. നമുക്ക് ഈവനിങ് ടീയുടെ കൂടെ ഒരു സ്നാക്സായിട്ട് കഴിക്കാം. ഒരു ആപ്പിൾ ഉണ്ടെങ്കിൽ നല്ലൊരു സ്നാക്സായി അങ്ങനെ കഴിക്കാം. എനി ടൈം കഴിക്കാം, ഒരു പ്രശ്നമില്ല. ഈ വീഡിയോൻ്റെ ആരംഭത്തിൽ തന്നെ ഞാൻ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണാനായി ചെലവഴിച്ചതിന് നന്ദി, നമസ്കാരം.